റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള വിവരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഷഹബാസ് ഷെരീഫ് പറയുന്നത് പുലർച്ചെ 2:30 മണിയോടെ സൈനിക മേധാവി പ്രധാനമന്ത്രി വിളിച്ചുണർത്തി പറഞ്ഞു, ഇന്ത്യ ദേ റാവൽപിണ്ടി ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ലോകം വളരെ ഞെട്ടലോടെ കേട്ട ഒരു സംഭവമായിരുന്നു അത്. റാവൽപിണ്ടിയൊക്കെ ആ അക്രമമൊക്കെ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ്റെ ആത്മവിശ്വാസവും ആത്മവീര്യവും നന്നായി കെടുത്തി നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നായിരുന്നു റാവൽപിണ്ടിയിലെ ആക്രമണം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം വി ദിലീപ് കുമാർ ചേരുകയാണ്. ഈ ഷഹബാസ് ഷെരീഫിൻ്റെ ആദ്യത്തെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഒന്ന് കേട്ടിട്ട് ദിലീപ് കുമാറിലേക്ക് പോകും. റാവൽപിണ്ടി വിശേഷങ്ങൾ വി ദിലീപ് കുമാർ നൽകും. 9-10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सईद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं, एक नूर खान एयरपोर्ट पे गिरा है. കൂടുതൽ വിവരങ്ങളുമായി ബി ദിലീപ് കുമാർ തരുന്നു. ദിലീപ് കുമാർ, പല ആളുകളും വിശ്വസിക്കാത്ത കാര്യമായിരുന്നു റാവൽപിണ്ടിയിൽ നമ്മൾ ആക്രമിച്ചു എന്നുള്ളത്. പാകിസ്ഥാന്റെ ആത്മവിശ്വാസം തകർന്നുപോയ സംഭവമായിരുന്നു അത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? SKN പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇന്ത്യയുടെ ഈ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിമാനത്താവളമായ റാവൽപിണ്ടിയിൽ വ്യോമത്താവളത്തിൽ അവിടെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന കാര്യമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ സൈനികർക്ക് നൽകിയ താങ്ക്സ് ഗിവിംഗ് പരിപാടി, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെയ് 9 പുലർച്ചെ 2:30 പാകിസ്ഥാനിലെ സൈനിക മേധാവി ജനറൽ അസിം മുനീർ തന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇക്കാര്യം അറിയിച്ചു. റാവൽപിണ്ടി വിമാനത്താവളത്തിൽ നൂർഖാൻ എയർബേസിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന കാര്യം. എന്നാൽ അസിം മുനീറിൻ്റെ വാക്കുകളിൽ വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു, ദേശസ്നേഹമുണ്ടായിരുന്നു. ആ വികാരത്തിലാണ് അസിം മുനീർ ഇക്കാര്യം അറിയിച്ചത് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ 3 വ്യോമത്താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് പാകിസ്ഥാൻ സൈനിക വക്താവ് അഹമ്മദ് ഷെരീഫ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ തന്നെ ഔദ്യോഗികമായൊരു തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ വെടിനിർത്തലിന് സമ്മതിച്ചത്, വെടിനിർത്തലിന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചത് ഒക്കെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാന വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളും ഇന്ത്യ മിസൈൽ ആക്രമണത്തിൽ നശിപ്പിച്ചു എന്ന് വന്നതോടുകൂടിയാണ് എന്ന കാര്യം നേരത്തെ തന്നെ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. SKN. ഓക്കെ, ദിലീപ് കുമാർ, അതേപോലെ ഈ പാകിസ്ഥാനുള്ള IMF സഹായം പിൻവലിക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം ഈ അന്താരാഷ്ട്ര നാണയനിധി പോലെയുള്ള ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് കുറച്ചധികം കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ച് തീവ്രവാദിക്കൊക്കെ പണം കൈമാറാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതായി വാർത്ത വന്ന പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യയുടെ ഈ ആവശ്യത്തിന് പുതിയ മാനങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. SKN പാകിസ്ഥാനുള്ള IMF സഹായം പിൻവലിക്കണം എന്ന് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ നേരത്തെ തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ്. അവിടെ ഈ IMFന്റെ വേദിയിൽ തന്നെ, IMFന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യയുടെ എതിർപ്പ് തള്ളിക്കൊണ്ട് പാകിസ്ഥാന് 8500 കോടി രൂപയുടെ സഹായം നൽകുന്നതിനുള്ള തീരുമാനമാണ് IMF ഡയറക്ടർ ബോർഡ് യോഗം കൈക്കൊണ്ടത്. IMFന്റെ ഈ സഹായം പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്നതാണ് ഇന്ത്യ പ്രധാനമായും ഈ എതിർപ്പിന് കാരണമായി പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട, ഇന്ത്യ ഭീകരത്താവളങ്ങൾ തകർത്തതുമായി ബന്ധപ്പെട്ട് അവിടെ കൊല്ലപ്പെട്ട മൗലാന മസൂദ് അസറിൻ്റെ, ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ, അയാളുടെ അടുത്ത ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി 14 കോടി രൂപ നൽകുന്നതിന് പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ പണമൊക്കെ ഇങ്ങനെ IMFന്റെ സഹായത്തിൽ നിന്ന് കിട്ടുന്ന പണമാണ് എന്ന ആരോപണം കൂടി ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട്. IMF ഡയറക്ടർ ബോർഡിൽ 25 അംഗങ്ങളാണുള്ളത്. ഇന്ത്യ ഉൾപ്പെടുന്നത് 4 രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചാണ്. ഇന്ത്യ, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ്, നേപ്പാളിനെ അല്ല, ഈ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഇന്ത്യ IMFന്റെ ഡയറക്ടർ ബോർഡിലുള്ളത്. പാകിസ്ഥാൻ ആകട്ടെ ഇറാൻ ഉൾപ്പെടുന്ന സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ആ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ്.
പക്ഷേ ഈ UN പോലെയല്ല IMFന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമെടുക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന് ഒരു വോട്ട് എന്ന നിലയിലല്ല, പകരം ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന, അതോടൊപ്പം തന്നെ സഹായങ്ങൾ, നൽകുന്ന സഹായം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ആണ് വോട്ടവകാശം. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയാണ് ഏറ്റവും വലിയ വോട്ടവകാശം IMFന്റെ ഡയറക്ടർ ബോർഡിലുള്ളത്. 16.49 അവരുടെ വോട്ടിംഗ് ശതമാനം, വോട്ടവകാശത്തിനുള്ള അവരുടെ അധികാരം. ഇന്ത്യക്കാകട്ടെ 2.6% മാത്രമാണ്. അപ്പോൾ ഇത് നേരത്തെ ഇങ്ങനെയുള്ളത് മാറ്റണം, ഈ നിലപാട് മാറ്റണം. അത് വൻ ശക്തികൾക്ക് അനുകൂലമാണ് എന്ന കാര്യം നേരത്തെ തന്നെ ഇന്ത്യ G20 അടക്കമുള്ള വേദികളിൽ ആ കാര്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ IMFന്റെ ഡയറക്ടർ ബോർഡ് ഇന്ത്യയുടെ ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. മാത്രമല്ല, ഇന്ത്യ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതും IMFന്റെ ചട്ടപ്രകാരം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനെ സഹായിക്കുന്നതിന് എതിരായി വോട്ട് ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ അതിന് അനുകൂലമായി വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിട്ടുനിൽക്കാം. അങ്ങനെ ഇന്ത്യ ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ത്യ വീണ്ടും ഈ ആവശ്യം ആവർത്തിക്കുകയാണ്, പാകിസ്ഥാനുള്ള IMFന്റെ സഹായം പിൻവലിക്കണം എന്നത്. SK